കോൺറാഡ് മാരേജ് ഭാഗം 77 റൈറ്റൻ ബൈ റോസ്. കഴിക്കാനിരുന്നതും പതിവിന് വിപരീതമായി ശിവനാണ് അവൾക്ക് വിളമ്പിക്കൊടുത്തത്. കഴിക്ക്, ഭയങ്കര വിശപ്പാണെന്ന് പറഞ്ഞു വന്നിട്ട് എന്തു പറ്റി? കഴിക്കാൻ തോന്നുന്നില്ലേ നിനക്ക്? ഉണ്ട്, കഴിക്കുക. കണ്ടിട്ട് പക്ഷേ അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തോ വിഷമം പോലെ. എന്തു പറ്റി പെട്ടെന്നൊരു? എന്തോ തലവേദന പോലെ. അത് ഇന്നലെ ഉറങ്ങാത്തതിൻ്റെയാ. കഴിച്ചു കഴിഞ്ഞ് പോയി കുറച്ചു നേരം ഉറങ്ങിക്കോ. മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട് നിനക്ക്. നല്ല ആളാ പറയുന്നത്. ഉറങ്ങാനാണെങ്കിൽ ഞാൻ വേറെ റൂമിൽ കിടന്നോളാം. അതിനെന്തിനാ? വേണ്ട, വേറെ റൂമിലൊന്നും പോകണ്ട. ഞാനൊന്നും നിന്നെ ചെയ്യില്ല, ഉറപ്പ്. ശിവൻ ഉറപ്പ് പറയും പോലെ പറഞ്ഞതും ഭദ്ര മെല്ലെ ശബ്ദമില്ലാതെ ചിരിച്ചു. അവൾക്ക് അവൻ്റെ വാക്കിൽ അത്ര വിശ്വാസം പോരായിരുന്നു. ഞാനിത് എത്ര കണ്ടതാ എന്നൊരു ഭാവമായിരുന്നു അവളുടെ മുഖത്തപ്പോൾ. തമാശ പറഞ്ഞതല്ല പെണ്ണെ. നിനക്ക് വയ്യാതിരിക്കുമ്പോൾ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് കൺട്രോൾ ഇല്ലാത്തവനൊന്നുമല്ല ഞാൻ. നീ പറഞ്ഞതുപോലെ താലി കെട്ടുന്നവരെ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? നിനക്ക് തന്ന വാക്ക് പാലിച്ചില്ലേ ഞാൻ? അതുപോലെ ഇതും വിശ്വസിക്ക്. അവിടെ വെച്ച് എന്നേലും കുസൃതി ഒപ്പിക്കാൻ വന്നാൽ എനിക്ക് ശരിക്കും നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകണോടി? അവൻ്റെ മുഖത്ത് ആദ്യം നിറഞ്ഞു. വേണ്ട, ഒന്നുറങ്ങി എണീറ്റാൽ മാറും. എങ്കിൽ കഴിച്ചിട്ട് വേഗം പോയി കിടന്നു. കറിയൊക്കെ കൊള്ളാമല്ലേ? അച്ഛനെല്ലാം ഹോട്ടലിൽ നിന്ന് വരച്ചതാണ്. കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. കഴിച്ചു തുടങ്ങിയപ്പോഴേ മനസ്സിലായി ഇതിവിടെ അമ്മയോ കല്യാണിയോ വെക്കുന്നതല്ലെന്ന്. നീ പിന്നെ ഇന്നത്തേക്ക് അങ്ങോട്ട് പോയിട്ടുമില്ല. നിനക്കറിയാമോ, ഇതൊക്കെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വരുത്തിച്ചതാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് വരുത്തിച്ചതോ? ആണോ? ഭദ്ര അതിശയത്തോടെ അവനോട് ചോദിച്ചു. അവൻ എന്തൊക്കെ ഇതുപോലെ ഉണ്ട് ഇല്ല എന്നൊന്നും ഭദ്രയ്ക്ക് വലിയ അറിവില്ല. അവർക്കിടയിൽ അതൊന്നും സംസാരമായി വന്നിട്ടില്ലെന്ന് പറയാം ഇതുവരെ. അവൻ്റെ ആസ്തികളുടെ എണ്ണം പോലും അവൾക്കറിയില്ല. നല്ല ഫുഡാണല്ലോ. കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാനത് പറയാൻ വരുമായിരുന്നു. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രഷ് സാധനം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അതിൽ കിട്ടുന്ന ലാഭം മാത്രം മതിയെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ അച്ഛൻ മുതലേ അങ്ങനെ ഒരു ശീലമാണ് അവിടെ തുടർന്നു പോകുന്നത്. നാളിതുവരെ അതിനൊരു മാറ്റം വന്നിട്ടുമില്ല. കഴിച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന ഇതുപോലുള്ള നല്ല വാക്കുകളില്ലേ, അതാണ് ഒരു ഹോട്ടലിൻ്റെ വിജയം. നമ്മുടെ ഹോട്ടലിൻ്റെ കാര്യത്തിൽ അതുണ്ട്. ഭദ്ര മെല്ലെ ചിരിച്ചു മറുപടിയായി. സംസാരമൊക്കെ പിന്നെ ആവാം. ആദ്യം കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. എനിക്ക് പേടിയാ നിനക്കെന്തെങ്കിലും പറ്റുമോയെന്ന്. ശിവൻ ഉള്ളിലെ ആദ്യം മറച്ചു വെക്കാതെ പറഞ്ഞു. ഇല്ല, അങ്ങനെ പേടിക്കണ്ട. ഒന്ന് നന്നായി ഉറങ്ങിയാൽ ഈ ക്ഷീണം മാറും. ഞാൻ രാവിലെ ഒന്ന് എണീറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങിയത് കൊണ്ടാണ് എനിക്കിപ്പം ഇത്രയും ക്ഷീണം. അങ്ങനെ എപ്പോഴൊക്കെ ഉറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ ഇതുതന്നെ അവസ്ഥ. പിന്നെ അന്ന് പകൽ മുഴുവൻ തൂങ്ങിയതുപോലെ നടക്കണം. ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ലല്ലോ, അതാ ഇത്രയും ക്ഷീണം. നീ മുകളിലേക്ക് കഴിച്ചിട്ട് കയറിപ്പോക്കോ, ഞാനിപ്പോൾ വരാം. എവിടെ പോകുമോ ശിവേട്ടാ? എവിടെയും പോകുമല്ല, കുറച്ച് പണിയുണ്ട്. പണിയോ? അതൊക്കെ ഉണ്ടടി. ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. അപ്പോൾ പറയാം. ഭദ്ര പിന്നെ കൂടുതലൊന്നും ചോദിക്കാതെ കഴിച്ചിട്ട് കൈ കഴുകി മുകളിലേക്ക് കയറിപ്പോയി. അവൾക്ക് പിന്നാലെ തന്നെ അവൻ അടുക്കളയിലേക്കും. അവൾക്കൊന്ന് കിടന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുളിച്ചുകൂടി കഴിഞ്ഞതും തലയൊന്ന് തണുത്തപ്പോൾ ഉറക്കം വന്ന് കണ്ണൊക്കെ അടഞ്ഞു പോവുകയാണ്. അവൻ നേരെ പോയത് അടുക്കളയിലേക്കാണ്. ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെയോ ഫ്രൂട്ട്സ് എടുത്ത് അതെല്ലാം കഴുകി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്കിട്ടു. ശേഷം മിക്സിയുടെ ജാർ എവിടെയെന്ന് അന്വേഷിച്ച് പറക്കി വന്നപ്പോൾ അവനൊരു വശമായിരുന്നു. അവന് ദേഷ്യം വന്നെന്ന് പറയാം. അത് മറ്റാരോടുമല്ല, കല്യാണിയോടായിരുന്നു. അവരാണല്ലോ എല്ലാം എടുത്തു പറക്കി വെക്കുന്നത്. അവൾ ഉറങ്ങും മുന്നേ ഇത് കൊണ്ടു കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു അവൻ അടുക്കളയിലേക്ക് കയറിയത് തന്നെ. അടുക്കളയിൽ ശിവൻ അങ്ങനെ കയറാറില്ലെന്ന് പറയാം. മിക്ക കാര്യങ്ങളും കല്യാണിയോട് പറയുകയാണ് ചെയ്യുന്നത്. കല്യാണി ഇല്ലേൽ അമ്മ. ഭദ്ര വന്നത് പിന്നെ അവളാണ് ശിവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്നത്. ഇന്ന് അവൾക്ക് വേണ്ടി തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു പണി ചെയ്യാൻ പോവുകയാണ് അവൻ. ഇതൊക്കെ കാണുന്നിടത്ത് വെക്കത്തില്ലേ? ഇതിനകത്ത് കയറ്റി വെച്ചാൽ ആർക്കെങ്കിലും ഒന്ന് എടുക്കണമെന്ന് വെച്ചാൽ എവിടെയാ എങ്ങനെയാണെന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് വരുമ്പോൾ തന്നെ മടുക്കും. അവൻ തന്നെ നിന്ന് പിറുപിറുക്കുന്നുണ്ട്. സ്ഥിരമായി അടുക്കളയിൽ പെരുമാറുന്ന ഒരാളെ പോലെയല്ലല്ലോ വല്ലപ്പോഴും അതിനകത്ത് കയറുന്ന ഒരാൾക്ക് കണ്ണിന് മുന്നിൽ ഇരിക്കുന്നത് പോലും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ശിവൻ്റെ അവസ്ഥയും അതൊക്കെ തന്നെയായിരുന്നു. ജ്യൂസ് അടിക്കാൻ ആയതുകൊണ്ട് ഫ്രിഡ്ജിലാണ് ഫ്രൂട്ട്സ് ഇരിക്കുന്നതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ പാടൊന്നും വന്നില്ല. ശിവൻ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി എടുത്ത് ജ്യൂസ് അടിക്കാൻ തുടങ്ങി. പാവം പെണ്ണ്, അവളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയതുപോലെ. അവന് ചെറിയ രീതിക്കൊരു കുറ്റബോധവും തോന്നി. അവളുടെ ആരോഗ്യം കൂടി നോക്കേണ്ടതായിരുന്നു. അതെങ്ങനെയാ? ആലോചിക്കുമ്പോൾ തന്നെ അവന് സ്വയം ചിരി വന്നുപോയി. അതുപോലെയാണല്ലോ ഓരോന്ന് ചെയ്തു വെച്ചത്. ഒരു ഗ്ലാസ്സിലേക്ക് ജ്യൂസ് പകർന്നൊഴിച്ചതും അതുമായി പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയി.
അവൾ ഉറങ്ങും മുന്നേ അതവളെ കുടിപ്പിച്ചിട്ട് വേണം കിടത്താൻ. ഉറങ്ങി എണീറ്റ് വരുമ്പോഴേക്കും ക്ഷീണമെല്ലാം മാറും. കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയൊന്ന് കാണിക്കണം. ഞാൻ ചെല്ലുമ്പോഴേക്കും ഉറങ്ങിക്കാണുമോ? ശിവൻ വേഗത്തിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അവന് നല്ല ടെൻഷനുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാൻ തുടങ്ങുക കേട്ടോ. അവൻ്റെ ഒച്ച കേട്ടതും തല പൊക്കാതെ തന്നെ അവൾ അങ്ങോട്ട് പറഞ്ഞു. ഒരു മിനിറ്റ്, ഇതൊന്ന് കുടിച്ചിട്ട് കിടന്നേ. ചരിഞ്ഞു കിടക്കുന്നവളുടെ അടുത്തേക്ക് ശിവൻ പെട്ടെന്ന് ചെന്ന് അവളെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് കാണിച്ചതും ഭദ്ര കണ്ണുമിഴിച്ച് അവനെ നോക്കി. ഇതിനായെന്നോ ശിവേട്ടൻ ഇപ്പോൾ വരാമെന്ന് പോയത്? അവൾ മനസ്സിലോർത്തു. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഞാനൊന്ന് അടുക്കളയിൽ കയറി. ഇടയ്ക്കൊക്കെ അങ്ങനെ വേണ്ടേ? അതിനിപ്പോൾ എന്താ? നീ എന്നെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ ഇങ്ങോട്ട് എണീറ്റിരുന്ന് ഇത് കുടിച്ചേ. കുടിക്കാൻ പറ്റുമോ? ദേ പെണ്ണെ, കളിയാക്കാലുണ്ടല്ലോ. ഒരു പെട വെച്ച് തരും ഞാൻ. വയ്യാതെ ഇരിക്കുവാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഭദ്ര പതിയെ എഴുന്നേറ്റിരുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി. ഒരു നിമിഷം ഗ്ലാസ്സിലേക്കും അവനെയും ഒന്നുകൂടി മാറി മാറി നോക്കിയവൾ. എടി, പേടിക്കാതെ കുടിക്കാൻ നോക്ക്. എനിക്കത്ര അറിയാഴികയൊന്നുമില്ല. കുടിച്ച്. ശിവൻ കണ്ണുരുട്ടിയതും ഭദ്ര പതിയെ ചിരിച്ചുകൊണ്ട് കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നതനുസരിച്ച് അവളുടെ കണ്ണ് വിടരുകയും അവനെ ഇടയ്ക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കുടിച്ചു കഴിഞ്ഞതും മേശപ്പുറത്തേക്ക് അവൾ ഗ്ലാസ് വെക്കുന്നതും കണ്ടവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരു ബിസിനസ് ഡീൽ സക്സസ് ആയി കിട്ടിയെന്ന് അറിയുന്നതിനേക്കാൾ എത്രയോ വലിയ സന്തോഷമായിരിക്കും അവളിപ്പോൾ പറയാൻ പോകുന്ന വാക്കുകൾ. അവന് ഉറപ്പുണ്ടായിരുന്നു അത് കൊള്ളാമെന്ന്. അടിപൊളി, അപ്പോൾ അറിയാം. അവളുടെ നാവിൽ നിന്ന് പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയതും അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഞാൻ പറഞ്ഞില്ലേ നന്നാകുമെന്ന്. അവൻ അല്പം ഗമയോടെ പറഞ്ഞു. ഭദ്ര അവനെ സൂക്ഷിച്ചു നോക്കി. അത്രയ്ക്കൊന്നുമില്ല, കൊള്ളാം. ഓ, ഇപ്പം അങ്ങനെയായി. എന്തേ? ഇതുപോലെ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി തരുന്നു, അതൊക്കെ കഴിച്ചിട്ട് പറയുമോ ഇങ്ങനെ വല്ലതും? ഞാൻ പറയുമല്ലോ. കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞില്ലേ നിന്റെ അവിയൽ കൊള്ളാമെന്ന്. ആ, അത് അവിയൽ. കഴിഞ്ഞ ദിവസം. അവൾ പെട്ടെന്ന് അവന് മുന്നിൽ നിന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. ശിവൻ മറ്റുള്ള ആണുങ്ങളെപ്പോലെയല്ല. അങ്ങനെയൊക്കെ പറയാൻ അവനൊരു മടിയുമില്ല. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. അവൻ ആലീസിൻ്റെ ഭക്ഷണമാണ് കുറച്ചുകൂടി ഇഷ്ടം. കല്യാണി വെക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് അവൻ പറയും. ഇപ്പോൾ ഭദ്ര വെക്കുന്നതും ഭദ്ര അടുക്കളയിൽ കയറുന്നത് അവനത്ര ഇഷ്ടമല്ലെങ്കിലും അവളുടെ കൈകൊണ്ട് ഓരോന്നുണ്ടാക്കുന്നത് കഴിക്കാൻ അവന് വലിയ ഇഷ്ടമാണ്. അതിനൊക്കെ നല്ല രുചിയാണെന്ന് അവൻ എടുത്തു പറയും. ഇനി ഞാൻ കിടന്നോട്ടെ? അയ്യോ, കിടന്നോ. മിണ്ടി നിന്നാൽ നിന്റെ ഉറക്കം പോകും. എനിക്കാണെങ്കിൽ നീ ഉറങ്ങുന്നത് കാണുമ്പോൾ എണീപ്പിക്കാൻ തോന്നും. അത്രയും നേരം പോലും നിന്നോട് മിണ്ടാതിരിക്കുന്നത് വലിയ പാടാണ് പെണ്ണെ. അവൻ തൻ്റെ മനസ്സിലുള്ളത് അതേപടി അവളോട് തുറന്നു പറഞ്ഞു. ഉള്ളിൽ നിറയുന്ന സന്തോഷം കൊണ്ട് അവൻ്റെ വാക്കുകളിൽ നിറയുന്ന അവളോടുള്ള സ്നേഹം കണ്ട് അവളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. സന്തോഷം എത്രയാണെന്ന് പറയാൻ കഴിയാത്തതുപോലെ അത്രയും അളവിൽ. ഇങ്ങനെയൊരാൾ തന്നെ സ്നേഹിക്കാനും കേട്ടിരിക്കാനും ഉണ്ടെന്ന് അറിയുന്നത് തന്നെ വലിയൊരു സന്തോഷമല്ലേ. ഇനി കിടന്നോ, കുറച്ചു നേരം ഉറങ്ങിക്കോ. ശിവൻ പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി. ശിവേട്ടൻ എൻ്റെ അടുത്തിരിക്കുക. അവൻ പോകുവാണെന്ന് കരുതി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുത്തേക്കിരുത്തി. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്കിരുന്ന് അവളോട് ചേർന്ന് കിടന്നു. പുതപ്പ് വലിച്ച് രണ്ടാളുടെയും ദേഹത്തേക്കിട്ടതും ഭദ്ര മെല്ലെ കണ്ണടച്ചു. അവൾക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഉറങ്ങി വീഴുന്ന അവസ്ഥ. അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്ന് മെല്ലെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നതും പൂർണ്ണമായും അവൾ ഉറങ്ങുന്നതുവരെയും അവൻ കൈയെടുത്തില്ല. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൻ പതിയെ അവളെ ചുറ്റിപ്പിടിച്ച് അവളോടൊപ്പം കിടന്നു. കുറച്ചു നേരം ഉറങ്ങിക്കിടക്കുന്നവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. ഒരിക്കലും മാറ്റം സംഭവിക്കില്ലെന്ന് പറയുന്നവരുടെയൊക്കെ ജീവിതം മാറാൻ ആരെങ്കിലുമൊക്കെ ഭദ്രയെ പോലെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മതി. എന്നെപ്പോലെ ആരൊക്കെ വന്നാലും പോയാലും എന്നിൽ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് പറഞ്ഞവർ പോലും അത് മാറ്റി പറയേണ്ടി വരും. ഭദ്ര, ഇവൾ എനിക്ക് ആരാണ്? 1 വർഷം മുന്നേ എന്തിൽ നിന്നൊക്കെയോ രക്ഷ നേടാനുള്ള താൽക്കാലിക വഴിയായി എനിക്ക് വേണ്ടി എൻ്റെ കാശും വാങ്ങി ഭാര്യയായി വേഷം കെട്ടി വന്നൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ്. ഒട്ടും ഇഷ്ടമില്ലാതെ അവളെ നോക്കിയ കണ്ണുകൾ കൊണ്ട് തന്നെ ഇന്നവളെ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കാൻ കൊതിക്കുന്നു. എൻ്റെ കൺമറയത്ത് നിന്ന് അവൾ അകന്നു മാറി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റാതായിരിക്കുന്നു. ഈ ലോകത്ത് ആർക്കും ഞാൻ കൊടുക്കാത്ത പരിഗണനയും സ്നേഹവുമൊക്കെ വാരിക്കോരി അവൾക്ക് കൊടുക്കുന്നു. ശിവന് അവൻ്റെ മാറ്റങ്ങളിൽ ഇപ്പോഴും അതിശയമാണ്. ഇപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? അങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ കഴിയുമോ? കഴിയുമെന്നതിന് ഉത്തരമല്ലേ തൻ്റെ ജീവിതം. ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഇവളെ ചുറ്റിപ്പറ്റിയല്ലേ. ഇവളില്ലാത്ത ഒരു ജീവിതം അതെന്നെ പൂർണ്ണമായി നശിപ്പിക്കും. അവനത് ഓർക്കാൻ കൂടി പറ്റില്ലായിരുന്നു. ഭദ്രയ്ക്ക് കുത്തേറ്റ് കിടന്ന ദിവസം അവൻ്റെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് ആ ഓർമ്മയിൽ അവളുടെ വയറിൽ അവൻ കൈവച്ചു. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, ഓർത്താൽ അത്രമേൽ വേദനയുള്ളൊരു ദിവസം.
ഡോക്ടർ അന്ന് പറഞ്ഞതൊന്നും ഈ നിമിഷം വരെ അവളോടോ മറ്റാരോടുമോ പറഞ്ഞിട്ടില്ല. ദൈവത്തിൽ തനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അരുതാത്തതൊന്നും സംഭവിക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കും. അവളെ ചേർത്ത് പിടിച്ചവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം കിടന്നു മയങ്ങി.